തഴുകും കാറ്റേ റോളയെ തേടി വരും കാറ്റേ ഇല്ലായ്മയിൽ നിന്ന് ലോകത്തെ പടച്ച അള്ളാന്റെ കുതിരത്ത് നീ കേട്ടോ. ടീം, അപ്പം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കർണാടകയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ദർഗയായ ഉള്ളാൾ ദർഗയിലേക്കാണ്. വിശ്വാസികളുടെയൊക്കെ ഇഷ്ട കേന്ദ്രവും കൂടിയാണ് ഉള്ളാൾ എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ നമ്മളെ ചങ്ക് കസിൻ ബ്രോനോട് ചോദിക്കുക, ബ്രോൻ്റെ നാടാണ് ഇവിടെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കഥകളൊക്കെ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ, നല്ല അനുഭവങ്ങളാണ് ഇവിടുത്തെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കർണാടകയിലെ അജ്മീർ എന്നാണ് ഈ ഉള്ളാള ദർഗയെ കുറിച്ചിട്ട് അറിയപ്പെടുക. ഏതായാലും മനസ്സിന് നല്ല സമാധാനം കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാ ഇവിടെ വരിക, സമാധാനം നേടിയെടുത്ത് പോവുക. സമദുസ്താൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഉള്ളാള ദർഗ എന്നൊരു ആട് വരും, ഒരു ആട് ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് അത് ഇങ്ങനെ വരും. ഈ വരുന്ന സമയത്ത് നമ്മളെ ഉമ്മമാരെ അല്ലെ ഉപ്പമാരൊക്കെ അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും. അപ്പോൾ ആ സഞ്ചിയിൽ ഇവിടത്തേക്ക് എന്തെങ്കിലും നേർച്ചയാക്കിയിട്ട് അതിലേക്ക് ഒരു വസ്തുക്കളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ആ വന്നതുപോലെ തന്നെ കൃത്യമായിട്ട് ഇവിടുത്തെ മഹാന്റെ ആ ഒരു ഇതിൽ എന്ത് ചെയ്യും, തിരിച്ച് ഇവിടുത്തെ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വന്ന സാധനം ഇവിടെ ഏൽപ്പിക്കും. ഒന്നും പറ്റാതെ തന്നെ ഇങ്ങനെ ഒന്നും പറ്റാതെ അതൊക്കെ ഇവിടുത്തെ ഒരു മഹാന്റെ ബറക്കത്താണ്, അല്ലെങ്കിൽ അതിന്റെ കറാമത്തൊക്കെ നമുക്ക് പറയാം. അത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രം, അല്ലാത്ത അവസ്ഥ നമുക്കിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. സിദ്ദീഖ് ഹുസൈൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ഉള്ളാളം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം ഓടിയെടുക്കുന്നത് എടുത്ത് ഉറൂസാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് എടുത്ത് ഉറൂസ്. വേറെ എവിടെയും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉറൂസ് ഉണ്ടോന്ന് സംശയമാണ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനാണ്. ഉച്ചഭക്ഷണം ഇവിടെ കിട്ടും. പ്രത്യേകിച്ചിട്ട് യാത്രക്കാരായ ആൾക്കാർക്കാണ്